ഈ വളവ് അങ്ങോട്ട് കയറുന്ന അപ്പൊ നമ്മള് ചെല്ലുമ്പോ കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടിപ്പാവാടയിട്ട് കുട്ടിപ്പാവാടയിട്ട് ഒരു കുട്ടി ഉടുപ്പ് ഇട്ട് ഓൺ എയർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ രേണുസുതി പറ്റിയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അതായത് രേണുസുതിയുടെ നാട്ടുകാർ തന്നെ രേണുവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര കോമഡി തന്നെയാണ്. അതിനകത്തൊരു അമ്മച്ചി വന്നിരുന്ന് രേണുവിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതായത് രേണു ഭയങ്കര ജാടക്കാരിയാണ്, രേണു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല, ആ നാട്ടിലുള്ള എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്, രേണുവിനെ കാണുമ്പോഴത്തേക്ക് അവർ TV ഓഫ് ആക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. നാട്ടുകാരിയാണ്. അവിടെ തന്നെയാണ്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയി രേണു. പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാരാ, ഒരഭിപ്രായവും ഇല്ല. രേണുസുതിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. സ്വന്തം നാട്ടുകാരാണ് പറയണത് രേണുസുതിയെ പറ്റിയിട്ട് അങ്ങനെ വലിയ അഭിപ്രായം ഒന്നുമില്ലെന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ഉൾപ്പെടെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനിതിപ്പം വന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എനിക്ക് രേണുവിനോട് എന്താണ് ഇത്രയും വലിയ വിരോധമെന്ന്. വേറെ ഒന്നുമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ ഇവർ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രവർത്തികളിനകത്തോട്ടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ച് കാണിക്കുന്നത്. അതായത് എനിക്ക് മാത്രമല്ല ഈ ഒരു അഭിപ്രായമുള്ളത്, നാട്ടുകാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും രേണുവിനെ പറ്റി പറയാൻ ഇത് തന്നെയാണ്. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് കാണിക്കുന്ന ആ ഒരു ഫേക്ക് ഫേസ് ഉണ്ടല്ലോ, അതായത് ആ മാസ്ക് ഇട്ട ആ മുഖം, അതല്ല ഇവരുടെ ഒരു റിയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഇവർ എൻറ്റയർലി ഡിഫറെൻറ്റാണ്, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കൊന്നും അല്ല. ഇത് മാത്രമല്ല ഇനിയും പറയുന്നുണ്ട്. ഇവിടെ നടക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടയെ. നമ്മളതിൽ നാട്ടുകാരല്ലേ, നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി ഒന്ന് നോക്കുകയോ പോലും ചെയ്യത്തില്ല. അതിനേക്കാൾ കഷ്ടം ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കളിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ ജാട കാണിക്കുന്നത്? കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഇവരുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുവാണ്. ഈ വീട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ കണക്ക് വീട്ടിൻ്റെ വിഷയത്തിൽ തന്നെ അവർ സംസാരിച്ച ഡയലോഗ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ അവർക്ക് ദാനമായിട്ട് കിട്ടിയെന്ന് പറയാൻ പോലും അവർക്ക് നാണക്കേടായിരിക്കുമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവർ വന്നിരുന്നത് സംസാരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവർ വാടകയ്ക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് വരെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ഈ ജാടയായിട്ടുള്ള അല്ലെങ്കിൽ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഈ ഒരു സ്വഭാവം, ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവർ ലൈഫിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് നമ്മൾ നന്മ പറയത്തുള്ളൂ. നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ? ഇപ്പൊ മോനെ ആണെങ്കിലും കണ്ടിട്ടില്ല, മോന് വഴി ഞാനൊന്ന് നിന്നു അല്ലെ ചേച്ചി, ഇപ്പം ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നമ്മളൊരു ഒരാളെ കുറിച്ച് ഒരു നന്മ പറയത്തുള്ളൂ. ഇത് നന്മ പറയത്തക്കാടി അതൊന്നും ഞങ്ങൾക്ക് അയൽവക്കക്കാർക്കില്ല, അനുഭവം ഇല്ല. മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ഈ വാർഡിൽ എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ബസ് കയറാനൊക്കെ നമ്മൾ ഇവിടെ ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന ഈ വളവ് അങ്ങോട്ട് കയറുന്ന അപ്പൊ നമ്മള് ചെല്ലുമ്പോ കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടിപ്പാവാടയിട്ട് കുട്ടിപ്പാവാടയിട്ട് അവിടെ ഇങ്ങനെ ബസ് കയറാനായിട്ട് വന്ന് നിൽക്കും. പക്ഷേ നമ്മളെയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇവർ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന്. സാധാരണ ഒരു മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അമ്മച്ചി സുഖമാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഓരോരുത്തർ ചോദിക്കും. അതങ്ങനെയാണ് എല്ലാവരും അല്ലേ, മിക്ക ആൾക്കാരും പെരുമാറുന്ന രീതികൾ അങ്ങനെയാണ്. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്നാണ് പറയണത്. പിന്നെ ഡ്രസ്സ് ഇടുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഒരു കുട്ടി ഉടുപ്പ് ഇട്ട് ഗെയിം കാണുന്നുണ്ട്. ഗെയിം എന്നും കാണും. രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ അങ്ങ് ആർക്ക് കിട്ടാമല്ല. പിന്നെ വേറെ നല്ല വല്ല കോമഡിയിലും കാണുന്ന നല്ലത്. ഉമ്മ അതിൽ കിടന്നുകൊണ്ട് എന്നതാ ഒരു സുധിയുടെ മരിച്ചുപോയി. അങ്ങനാണ് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണമല്ലോ. ഈ ലോകത്തിലുള്ള ഇവർ ശരിക്കും ബിഗ് ബോസിൽ ചെന്നപ്പം പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. സോ അവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ ശബ്ദിക്കുന്നതെന്ന്. ഇന്നലെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അതായത് ഈ തലയിൽ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ വന്ന് പൊട്ടിക്കരഞ്ഞ് എന്നെ വീട്ടിൽ വിടണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന്. അത് മാത്രമല്ല, ഇവരെന്തിനാണ് വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? എല്ലാ വിധവകളും ഇവരെ പോലെ ഇങ്ങനെ ഈ ഒരു പ്രവൃത്തികളും കാണിച്ചുകൊണ്ട് നടക്കുവാണോ? അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ഇതുപോലെയുള്ള റീൽസും കാര്യങ്ങളും കുറെ കോമാളിത്തരവും കാണിച്ചുകൊണ്ട് നടക്കുവാണോ എല്ലാ വിധവകളും? പിന്നെ ഇവർ എന്തർത്ഥത്തിലാണ് ഈ വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ പറയണ്ടേ, എൻ്റെ സൂചിച്ചേട്ടൻ മരിച്ചുപോയി, അല്ലെ എൻ്റെ ഭർത്താവ് മരിച്ചതാ. ഞാൻ പറയണല്ലോ എൻ്റെ പുള്ളിക്കാരൻ മരിച്ചാൽ ഞാൻ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കണമല്ലോ. ഇത് പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മുതലെടുക്കുക, സുധീനെ വിറ്റ് ജീവിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. എത്രത്തോളം സുധിയെ മാക്സിമം മുതലെടുക്കാവോ
അതിൻ്റെ എക്സ്ട്രീമായിട്ട് പുള്ളിക്കാരത്തി മുതലെടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഈ ഒരു കണ്ടന്റ് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ രേണുവിന് കൊള്ളാം. രേണുവിന് കിട്ടിയ പ്ലാറ്റ്ഫോം നേരെ ചൊവ്വേ യൂസ് ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് എല്ലാം ഇവർക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. പക്ഷെ ഇവരത് ചെയ്യുന്നില്ല. അതെ, അങ്ങനെ തന്നെ വിറ്റേവിക്കാന്നല്ല, അങ്ങനെ തന്നെ അവന്റെ പറയേണ്ടടുത്ത് പറയണം, അല്ലാത്തടുത്ത് എപ്പോഴും 24 മണിക്കൂർ സുധി. ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധിയുടെ കാര്യം പറയുന്നത് കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. ബിഗ് ബോസിൽ പോയാലും സുധിയാണ്, ബിഗ് ബോസിൽ പോയാലും സുധിയാ. സുധിച്ചേട്ടന് വേണ്ടിയിട്ടാ എല്ലാം. അല്ലാണ്ട് സ്വന്തം കാര്യത്തിനല്ല, സ്വന്തം കാര്യമല്ല പുള്ളിക്കാരി എല്ലാം സുധിക്ക് വേണ്ടിയിട്ടാ. പുള്ളിയുടെ സ്വന്തം കാര്യമോ മക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. മരിച്ചുപോയി, നമ്മള് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയണം. പക്ഷെ ഏത് സമൂഹത്തി എന്നാലും എന്റെ സുധി കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. മൂത്ത ഒരു കൊച്ചനുണ്ട്, അവന്റെ കാര്യം പറയണം. കിച്ചു അവന്റെ കാര്യം പറയണം. എല്ലാവരുടെയും കാര്യം പറയണം. ഇത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഇതായിപ്പോയി. അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം. സ്വന്തം ഭർത്താവായ കൊല്ലം സുധിയുടെ ബർത്ത്ഡേയുടെ ദിവസം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ലായിരുന്നു. കിച്ചു ഇടുന്ന കണ്ടിട്ടായിരുന്നു ഇവർ ആ സ്റ്റോറി എടുത്ത് റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ആത്മാർത്ഥത സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഉണ്ട് എന്ന്. ഇനി ഋതപ്പൻ്റെ ബർത്ത്ഡേ ഇന്നലെ എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ വന്ന് വിഷ് ചെയ്യുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ലൈവിൻ്റെ ഇടയിൽ എന്തെങ്ങാണ്ട് പറഞ്ഞു പോയി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ വന്ന് ഇല്ല. ഇനി നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും. അല്ല, മറ്റേ ഈ ബിഗ് ബോസിൽ പോയിട്ട് മറ്റേ ബിഗ് ബോസിൽ ആരാണ് കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക്? എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയത്തില്ല. അല്ല, ഇഷ്ടം കൂടുതൽ ഇഷ്ടം അല്ല, പലർക്കും ഇഷ്ടം അനീഷിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്കും ഇഷ്ടം അനുവിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം അനു അവള് കാര്യം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാല് അനുവിനെ തന്നെയാ. അവള് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാല് നല്ലൊരു, അവൾക്ക് ഇച്ചിരി ഇതൊക്കെ ഒരു കോമാളിയാണെന്നുള്ളത്. പക്ഷെ അവള് പാവം അനുവിനെ ഇഷ്ടം. അനുവിന്റെ ഭാഗമൊക്കെ വരുമ്പോ അല്ല മറ്റുള്ളവരുടെ ഒക്കെ വരുമ്പോ രേണുസൂതിയുടെ ഭാഗം വരുമ്പോ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാം നമ്മളിപ്പോ പുറത്തോട്ട് പോവാന്ന് വെച്ചു. ബിഗ് ബോസിലെ ഒരു കാര്യം നമ്മൾ പറയാ, ബിഗ് ബോസ് കാണുന്നുണ്ടോ? ബിഗ് ബോസിലെ കാര്യം അവളാണോ രേണുസൂതി, അവളെ ആദ്യം അതിനകത്ത് നിറക്കി വിടെ, അന്നേരം നമ്മള് കാണാം. ഇങ്ങനെയാ പറയുന്നത്. എല്ലാവർക്കും വെറുപ്പാണ്. ഇല്ല, എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അടുത്ത് ജീവിക്കുന്ന ആൾക്കാര് നമ്മളോടൊരു ഇത് വേണ്ടേ? അങ്ങനെ ഇല്ല പുള്ളിക്കാരിക്ക്. വീട് താമസിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല, ഞങ്ങളാരും അറിഞ്ഞില്ല. ഈ വളവില്ല, ആ വളവ് കണ്ടോ? ആ വളവ് ചെന്ന് കയറുന്ന അവരുടെ വീട്ടിലോട്ട്. അറിയാം മോനെ? അറിയാം. നാട്ടുകാരെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെറുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ അനുമോളൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനുമോളാണ് ഇപ്പം നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നത്. അനുമോൾ ഇവരുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗിന് ഇവരെത്രത്തോളം അവിടെ കിടന്ന് ഷോ കാണിച്ചെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്നാൽ ഇവർ ഇന്നലെ കൊടുത്തൊരു ഡിബേറ്റ് ടാസ്കിൽ ഇവർ അടിപൊളിയായിട്ട് ഇവർ സംസാരിക്കുകയും ചെയ്തു. അതായത് അതിനെ ന്യായീകരിച്ചുകൊണ്ട്. പക്ഷേ ഇവർ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കാണിച്ച പ്രഹസനം നിങ്ങൾ കണ്ടതാണ്, വോട്ട് പിടിക്കാനായിട്ട്. അതായത് സിമ്പതി വർക്കൗട്ട് ചെയ്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നുമില്ല. ഈ വേറൊരു കോമഡിയും കൂടി ഉണ്ട്. രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് പോലും ഇടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ PR ടീമും കൈ ഒഴിഞ്ഞിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഈ കസിൻ്റെയൊക്കെ കേസ് വന്നില്ലേ, കസിനെ ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുതേ എന്നും പറഞ്ഞിട്ട് ഇവർ കുറച്ച് പ്രഹസനമൊക്കെ ഇറക്കിയല്ലേ. എനിക്ക് തോന്നുന്നു അവർക്കത് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണ് നേരിട്ട് കാണുമ്പോൾ സംസാരിച്ചിട്ട് പോലുമില്ല. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ ബസ് കല്ലൂരയിലൊക്കെ കയറിയാ ചിലപ്പോ പുള്ളിക്കാരി വരുന്നേ. ഇതിലേ ഉള്ള ഒരു കൊച്ചു കല്ലൂര്, ഒരു വലിയ കല്ലൂര്. ആ കല്ലൂരയിൽ ആ പുള്ളിക്കാരി അപ്പൊ നമ്മളും രാവിലെ ചിലപ്പം ബസ്സിന് ഇവിടുന്ന് ഉള്ള ഒരു ബസ്സാണ്, നമുക്ക് ഇവിടുന്ന് ഉള്ള ഒരു ബസ്. ആ ബസ്സിന് കയറിയാൽ നമ്മളും പോകും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു സംഭവം. എന്നാലും രേണുവിൻ്റെ സ്വന്തം നാട്ടുകാരിയാണ് പറയണത്. സോ നാട്ടുകാരെ നല്ല രീതിയിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് ഒരു മനുഷ്യർക്കും ഇവരെ ഇഷ്ടമല്ല എന്നാണ് പറയണത്. എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇനിയെങ്കിലും രേണുവിൻ്റെ നെഗറ്റിവിറ്റി മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാര്യം രേണുവിനെ സംബന്ധിച്ച് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പം നിലവിലുണ്ടാക്കിയ ഫെയിം ഉൾപ്പെടെ കംപ്ലീറ്റും പോകും. അത് യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.